സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൂടെ ഓണാശംസകളും പറയുന്നു. കാറ്റിൽ ഇളം കാറ്റിൽ ഇതിൻ്റെ അനുപല്ലവിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. നല്ല ടോപ്പാണ്. കറക്റ്റ് ശ്രുതി 6 ഞാൻ 5.5 അര നോട്ട് കുറച്ചിട്ടാണ് പാടുന്നത്. നോക്കുമ്പോൾ ഇവിടെ നല്ല മഴയാണ്, ഇരുട്ടാണ്. വേനൽക്കാലം നല്ല വെയിലത്തൊക്കെ നോക്കിയിട്ട് അത് ചെയ്യൽ. അപ്പം നോക്കുമ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, പെട്ടെന്ന് കൂടി ചെയ്ത് പോകുക. പാട്ട് കിട്ടിയാൽ മതിയല്ലോ, വെളിച്ചം കുറഞ്ഞാലും കുഴപ്പമില്ല. അത് കറക്റ്റ് ചെയ്തുതരാം. അപ്പോൾ അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യാം. ആത്മവിപഞ്ചികയിൽ സ്വരം ഗപ പപ മ പ മ ഗ ഗപ. 2 മധ്യമം വരുന്നുണ്ട്. ഗപ പപ മപ എന്ന് പറയുന്നത് വലിയ മധ്യമം, മഗ എന്ന് പറയുന്നത് ചെറിയ മധ്യമാണ് ഉപയോഗിക്കുന്നത്. ഗപ പപ മപ, ആ മാ വലുത്, മഗ മഗ, ആ മാ ചെറുതും. ഓക്കെ, ഗപ പപ മപ മഗ ഗപ. ആത്മവിപഞ്ചികയിൽ മധുമാസ പഞ്ചമിയിൽ പഥ പാമം മഗരി ഗരി സഗ. പഥ പാ മമ്മഗ രിഗരിസ സഗ. പഥ പാ മമ്മഗ രിഗരിസ സഗ. മധുമാസ പഞ്ചമിയിൽ മധുമാസ പഞ്ചമിയിൽ. ഒറ്റ പ്രാവശ്യം കൂടി സ്വരം പാടിത്തരാം. പദ പമ്മഗരി ഗരി സഗ. മധുമാസ പഞ്ചമിയിൽ. ഇനി സെക്കൻഡ് 2 ഭാഗവും സംഗതികളാണ്. നോക്കാം. ഗപ പപ മപ മഗ ഗപ മധ പ, ഗപ മധ പ. അവിടെയാണ് സംഗതി വരുന്നത്. ആത്മവിപഞ്ചികയിൽ അവിടെയാണ് ഗപ മധ പ യിൽ യിൽ. ഗപ മധ പ യിൽ. ഒന്നും കൂടി. ആത്മവിപഞ്ചികയിൽ സ്വരം ഗപ പപ മപ മഗ ഗപ മധ പ ഗപ മധ പ. ആത്മവിപഞ്ചികയിൽ. ഓക്കെ, അടുത്തത് മധുമാസ പദ പഗ പപ മഗ. പധ പഗ പമ മഗ. പധ പഗ പപ മഗ. പധ പഗ പപ മഗ. പധ പഗ പപ മഗ. മധുമാസ. കറക്റ്റ് സ്വരങ്ങളാണ്. മധുമാസ. ഇനി മെല്ല വേണോ? ടോപ്പാണ്, എന്നാലും നോക്കാം. പധ പഗ പപ മഗ. ഓക്കെ, സാഹിത്യം. മധുമാസ പോരെ. പദ പഗ പപ മഗ. മധുമാസ പഞ്ചമിയിൽ. അവിടെ ഒരു സംഗതി. സഗരി മഗ ഇൽ. കണ്ടില്ലേ? മാസ മാസ പഞ്ചമിയിൽ. മധുമാസം ഒന്നിച്ച് പാടിത്തരാം. മധുമാസ
ഒന്നുകൂടി. മധുമാസ. ഞാൻ പറഞ്ഞല്ലേ ചെറിയ എന്താ മിസ്റ്റേക്ക് എനിക്ക് വരുമ്പം വാശിയാ, അത് കറക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ ഞാൻ. മധുമാസ പഞ്ചമിയിൽ സഗരി മഗ. ഒന്നുകൂടി മല്ലാക്കി തരാം. സഗരി മഗ. അത് ഓട്ടോ പ്രാവശ്യം കൂടെ ഒന്നിച്ച് പാടിക്കളാം. മധുമാസ പഞ്ചമിയിൽ പദ പഗ പപ മഗരി ഗരി സഗരി മഗ. മധുമാസ പഞ്ചമിയിൽ. ഓക്കെ. അന്ന് മാലിനി തീരത്ത്. അവിടെ അന്ന് മാലിനി തീരത്ത്. നിസ രി 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 ദദ. നിസ രി 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 ദദ. അതിലൊരു ചെറിയ രീയും വരുന്നുണ്ട്, വലിയ രീയും വരുന്നുണ്ട്. അവിടെ ഒരുമിച്ചിട്ട് നോക്കാമ്പോൾ നിസ രി രി രി. കണ്ടോ? അന്ന് മാലിനി. മാലിനി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് വരുന്നത്? ചെറിയ രി. കറക്റ്റ് പറഞ്ഞു തരണ്ടേ? നിസ രി 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 ദദ. പിന്നെ വലിയ രീതിയിലേക്ക് പോയിട്ട് ദദ പാടി. നിസ രി 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 ദദ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പാട്ട് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയും. പക്ഷെ നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കണം. അറിയാതെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? ആ നിസ രി നിസ രി 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 ദദ. കാരണം അത് നമ്മളെക്കാൾ ഒരുപാട് ഉന്നതന്മാർ കാണുന്ന ചാനലാണ് നമ്മളെ പരിപാടികളും എല്ലാവരതും. അപ്പം വളരെ മൈന്യൂട്ടായിട്ട് കണ്ടുപിടിച്ചിട്ട് സ്വരസ്ഥാനങ്ങൾ തരണം. നമ്മൾ അവരെ ബഹുമാനിക്കണം. വലിയ ഒരുപാട് കഴിവുള്ള ആളുകൾ ഇത് കാണും. അപ്പോൾ അവരെയും കൂടി ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യേണ്ടത്. തെറ്റരുത്, തെറ്റാൻ പാടില്ല, തെറ്റൂല. ഓക്കെ. അപ്പം നിസ രി 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 ദദ. ചിലർ രീരിസ എന്നുള്ള ഭാഗത്തേക്കൊക്കെ വരും. രീരിസ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക, രീരി രണ്ട് രീ തന്നെയാ വരുന്നത്. അന്ന് മാലിനി. ഇത് ഈ സംഭവം മാലിനി. ഇത് രണ്ടും രീ രി രി. ചെറുതും വലുതുമാണ് രി. ആദ്യം വലുത് ഉപയോഗിക്കുന്നത്, പിന്നെ ചെറുത് ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. രി 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 ദദ. അന്ന് മാലിനി തീരത്ത് ശകുന്തള പാടിയ സസസനി സപപ സസസനി സപപ സസസനി സപപ. അന്ന് മാലിനി തീരത്ത് ശകുന്തള പാടിയ നിസ രി 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 ദദ സസസനി സപപ. അന്ന് മാലിനി തീരത്ത് ശകുന്തള പാടിയ. ഓക്കെ. മാലിനി തീരത്ത് ശകുന്തള പാടിയ. അടുത്തത് മായ ഗപ അല്ലെങ്കിൽ മായ ഗപപ എന്ന് പറയാം. മായ മോഹന മോഹന ധനി സരി നിസ ധനി ധനി സരി നിസ ധനി. മോഹന ഗാനം പാസ പാസ. അപ്പം
മായാമോഹനഗാനം, മായാമോഹനഗാനം. ഗാപ ധനി സരി നിസ ധനി പാസ, അല്ലെങ്കിൽ ഗപപ മായാ മോഹനഗാനം. ഗപപ ധനി സരി നിസ ധനി പാസ, ഗപപ മായാ മോഹന ധനി സരി നിസ ധനി മോഹനഗാനം. ഇതാ ഇതാ ഇതാ. അപ്പൊ അവിടെ ഗപ ഗധ ഗപ ഗപ ഗധ ദൈവതം, പിന്നെയും ഗപ്പ തന്നെ. ഗപ ഗപ ഗധ ഗപ, ഒന്നുകൂടി ഗപ ഗധ ഗപ. ഓക്കെ. അപ്പം സാരി നി പനി സാരി നി പ, സാ രി നി നിഷാദം, സാ രി ഋഷഭം, പിന്നെ നീപ്പ നിഷാദം പഞ്ചമം. സാരി നി പ നി സാരി നി പ നി രി ഗമ പ ഗ രി സാ. ഓക്കെ, ഒന്നും കൂടി. സാരി നി പ ആ, അപ്പം ഒന്നൊരു ശരിക്കും കറക്റ്റ് പാടിത്തരാം. സാരി നി സാരി നി പ നി സാരി നി പ നി സാ ഗമ പ ഗ രി സാ. അവിടെ നേരി അങ്ങനെ വരും കേട്ടോ. ആദ്യം സാരി നി പ നി സാരി നി പ നീരി, അവിടെ നീരിയാണേ. നീരി ഗമ പ ഗ രി സാ. ഒന്നുകൂടി. ആ ഒന്നുകൂടി അകാരം. സാരി നി പ നി സാരി നി പ നീരി, നീരി നിഷാദം ഋഷഭം. നീരി ഗമ പ ഗ രി സാ ഗമ പ ഗ രി സാ. അപ്പൊ സ്വരം സാഹിത്യം ഒറ്റ പ്രാവശ്യം കൂടി. സാരി നി പ നി സാരി നി പ നി രി ഗമ പ ഗ രി സാ. കാറ്റിൽ ഇളം കാറ്റിൽ. മനസ്സിലായോ? ഇത്രയും പഠിക്കുക. കറക്റ്റ് സ്വര, ഒരംശം തെറ്റില്ല. മനസ്സിലായില്ലേ? ആ, പാടുമ്പോൾ ഹാർമോണിയം വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അങ്ങോട്ട് കൊണ്ട് വന്നു പോകുമ്പോഴാണ് ഞാൻ വീണ്ടും വാശിക്ക് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല മനസ്സോടെ, ശുദ്ധമായ മനസ്സോടെ നിങ്ങൾ ശരിക്കും ഇത് പഠിക്കുക. ഒരിക്കലും വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, കിട്ടിയ അറിവ് ദൈവം തരുന്നതാണ്. ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കും 100% ഇത് ഞാൻ പറയും പോലെ തന്നെ നിങ്ങൾ കേൾക്കണം. നന്നായിട്ട് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുക. മഴയാണിത്, മഴയും ഇരുടും എല്ലാം ആണ് ഇവിടെ. പക്ഷേ ഇനി നമ്മളെ ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം മഴയും വെയിലൊന്നും ഞാൻ നോക്കില്ല. ഇവിടെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. എന്നാലും വേണ്ടില്ല, നമ്മളെ ഈ യാത്ര തുടരണം. നമുക്ക് നിങ്ങൾക്ക് പാട്ട് കിട്ടിയാൽ പോരെ, വെളിച്ചം നിങ്ങൾ നോക്കണ്ട. പാട്ട് സ്വരമാണ് വേര്, അത് കറക്റ്റായിരിക്കും, ഒരിക്കലും തെറ്റൂല. പേടിക്കേണ്ട നിങ്ങൾ. സാഹിത്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അങ്ങോട്ടും ചിലപ്പോൾ എടുത്ത് തെറ്റും. സ്വരം കറക്റ്റായിരിക്കും. ഇത് ഏറ്റവും ഉന്നതന്മാരായ അത്രയും നല്ല അറിവുള്ളവരൊക്കെ ഇത് കേൾക്കുന്നതാണ്. എനിക്ക് അത്രയും പേടിയുണ്ട്, അത്രയും ഞാൻ കറക്റ്റായിട്ടേ ഉള്ളൂ. നമ്മളെ ഒരു ചാനലിന് നമുക്കൊരു ക്രെഡിറ്റ് ഉണ്ടല്ലോ.
അത് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. ഒരിക്കലും അതുകൊണ്ട് നമുക്കൊരു വ്യക്തിത്വം ഉണ്ട്. ഫിലിം സോങ് ജയൻ വേങ്ങേരി. അപ്പോൾ ആ ഒരു വ്യക്തിത്വം നമ്മൾ നിലനിർത്തണം. അപ്പോൾ ഒരിക്കലും സ്വരം തെറ്റൂല. നിങ്ങൾ ഏതൊരു പാട്ട് ഞാൻ ഇടുകയാണെങ്കിലും എനിക്ക് കഴിയുന്ന പാട്ടുകളെ ഞാൻ ഇടുകയുള്ളൂ, അല്ലാത്തതൊന്നും ഞാൻ ഇടൂല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി പഠിച്ച് പോകാൻ പറ്റുന്ന കൃത്യമായ സ്വരങ്ങളായിരിക്കും ഞാൻ തരിക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല ശുദ്ധ മനസ്സോടെ ഇത് പഠിക്കുക, പാടുക, എല്ലായിടത്തിലും പാടുക. ശരി.